എന്താണ് എൻലൈറ്റ്മെൻറ്റ് അഥവാ ജ്ഞാനോദയം അല്ലെങ്കിൽ മനുഷ്യൻ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തുന്ന അവസ്ഥയെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായി അവൻ സ്വയം അറിയുന്നു, അല്ലെങ്കിൽ അവൻ വിജയിച്ചതുപോലെ, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം നമ്മൾ ഇതിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ ഈ തിരക്കേറിയ ജീവിതത്തിലും, അല്ലെങ്കിൽ പല സ്ട്രെസ്സുകളുടെ ഇടയിലും, ലൈഫിലെയും അല്ലെങ്കിൽ ബിസിനസ്സിലെയും, അല്ലെങ്കിൽ എന്തിലാണോ നമുക്ക് സ്ട്രെസ് ഉള്ളത് അതിൽ നിന്ന് റിലീഫുകൾ സ്വയം കണ്ടെത്താനും കഴിയും എന്നതാണ്. എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ല, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്നാൽ ഇത് നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അഥവാ എൻലൈറ്റ്മെൻറ്റ് എന്താണെന്നതും, അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മനഃപൂർവ്വം എത്താൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അഥവാ നമ്മൾ ദിവസം നമ്മൾ ഒരുപാട് ഹാബിറ്റ് നമ്മൾ പരിശീലിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ ആ ഹാബിറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യമാണ് നമുക്ക് കുറച്ച് നേരം ധ്യാനിക്കുക എന്നത്. അഥവാ നമ്മുടെ രാവിലത്തെ ആ ഒരു കുറച്ച് സമയം നമ്മൾ ധ്യാനത്തിനായി നീക്കി വെക്കുകയും, അല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കാനോ, അല്ലെങ്കിൽ ഏകാന്തമായി കുറച്ച് നേരം നമ്മുടെ കൂടെ ഇരിക്കാനോ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് ആ ഒരു ഇന്നർ പീസിനെ ഉണർത്താനും, അല്ലെങ്കിൽ ഇത് കൂടുതലായി പ്രാക്ടീസ് ചെയ്ത് തോറും നമുക്ക് എൻലൈറ്റ്മെൻറ്റ് അവസ്ഥയിലേക്ക് എത്താനും കഴിയും എന്നതാണ്. ഇത് മതപരമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല, ഇത് എല്ലാ ആത്മീയ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് കൂടുതലായി ഹിന്ദു ബുദ്ധ മതത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെങ്കിലും എല്ലാ മനുഷ്യർക്കും ഇത് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നത്. അഥവാ എൻലൈറ്റ്മെൻറ്റ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് ആ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ